പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 തിരുവചനം പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. യോഹന്നാൻ 1:12 തിരുവചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. നാം നമ്മുടെ മിത്രങ്ങളെയും നമ്മുടെ അയൽക്കാരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും ഒക്കെയാണ് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുക. എന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവം പറയുന്നതാണ് നാം അനുസരിക്കേണ്ടത്. യേശു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മകൾ ചെയ്യുവിൻ, പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിക്കാതെ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനാണ് യേശുനാഥൻ പറയുന്നത്. അപ്പോൾ നാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനുള്ള ശക്തി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ അതിനെ ശക്തിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് നാം യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ക്ഷമിക്കുവാനുള്ള ശക്തി യേശു നമുക്ക് നൽകും. യേശു തൻ്റെ ജീവിതം വഴി നമുക്ക് മാതൃക നൽകിയിരിക്കുകയാണ്. യേശു തന്നെ പീഡിപ്പിച്ചവരെയും നിന്ദിച്ചവരെയും കുറ്റം ആരോപിച്ചവരെയും കുരിശിൽ തറച്ചവരെയും വിലാപിൽ കുന്തകൊണ്ട് കുത്തിയവരെയുമെല്ലാം യേശു ഹൃദയപൂർവ്വം ക്ഷമിച്ചു. മാത്രമല്ല, അവർക്കെല്ലാം വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. നാം എല്ലാവരും നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ, നമ്മുടെ തെറ്റുകൾ ദൈവം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 11:25 തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. റോമ 12:20 പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. എന്തിൻ്റെ തീക്കനലുകളാണ് ശിരസിൽ കൂനകൂട്ടുന്നത്? പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകളാണ്. ശത്രുവിനെ സ്നേഹിക്കുമ്പോഴും അവന് നന്മകൾ ചെയ്യുമ്പോഴും അവൻ്റെ ശിരസിൽ നാം കൂനകൂട്ടുന്നത്. കർത്താവ് നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ശത്രുവിന് സുഭാഷിതങ്ങൾ 25:21 തിരുവചനം പറയുന്നുണ്ട്, ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകൾ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം തെറ്റുകാരല്ല, മറ്റുള്ളവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനാൽ ആദ്യം അവർ വന്ന് ക്ഷമ പറയട്ടെ, എന്നിട്ട് രമ്യതപ്പെടാം എന്ന് നാം ചിന്തിക്കാറുണ്ട്. ഈ ചിന്ത തരുന്നത് പരിശുദ്ധാത്മാവല്ല, സാത്താനാണ്. നമ്മോട് രമ്യതപ്പെടാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ടി മരിച്ച യേശുവാണ്. യേശുവിനെയാണ് നാം അനുസരിക്കേണ്ടത്. ആത്മാവിനെ നാം രക്ഷിക്കണം. ഒരാൾ നമ്മുടെ ദേഹത്തേക്ക് ഒരു ചീമുട്ട എറിഞ്ഞാൽ അത് എറിഞ്ഞ വ്യക്തി വന്ന് കഴുകിത്തരട്ടെ എന്ന് പറഞ്ഞ് നാം അത് അതേപോലെ വെക്കുകയാണോ ചെയ്യുന്നത്? ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് അത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയുള്ളതാക്കി മാറ്റും. അതിനേക്കാൾ എത്രയോ ശോചനീയമായിരിക്കും നാം ക്ഷമിക്കാതിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം. നാം ക്ഷമിക്കുമ്പോൾ നാം മാത്രമല്ല, നാം ആർക്കെല്ലാം ക്ഷമ കൊടുക്കുന്നു അവരുടെ ആത്മാക്കളും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.